ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുസ്തകമല്ല, മറിച്ച് ഒരു എഴുത്തുകാരിയാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാള സാഹിത്യകാരിയായിരുന്ന കമല സുരയ്യ അഥവാ മാധവിക്കുട്ടിയെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ധീരയായ എഴുത്തുകാരികളിൽ ഒരാൾ. 1934 മാർച്ച് 31 തൃശൂർ ജില്ലയിലെ പുനയൂർക്കുളത്തുള്ള നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. പ്രശസ്ത കവയിത്രി നാലപ്പാട്ട് ബാലാമണി അമ്മയുടെയും മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ VM നായരുടെയും മകൾ. പ്രശസ്ത കവി നാലപ്പാട്ട് നാരായണ മേനോൻ മാധവിക്കുട്ടിയുടെ വലിയമ്മാവനായിരുന്നു. 15-ാം വയസ്സിൽ വിവാഹം കഴിച്ചത് ബാങ്ക് ഉദ്യോഗസ്ഥനായ മാധവദാസിനെ. അദ്ദേഹമാണ് എഴുതാനുള്ള മാധവിക്കുട്ടിയുടെ കഴിവുകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കമലാദാസ് എന്ന പേരിലും മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാ നാമത്തിലും അവർ എഴുതി. മലയാളത്തിലെ പ്രധാന കൃതികൾ എൻ്റെ കഥ, നീർമാതളം പൂത്തകാലം, നഷ്ടപ്പെട്ട നീലാംബരി, ഒറ്റയടിപ്പാത, ചന്ദനമരങ്ങൾ, മതിലുകൾ, നെയ്പായസം. സമ്മർ ഇൻ കൽക്കട്ട, ദി ഡിസെൻഡൻസ് തുടങ്ങിയവ അവരുടെ പ്രശസ്തമായ ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങളാണ്. ഏഷ്യൻ പോയട്രി പ്രൈസ്, കെന്റ് അവാർഡ്, ആശാൻ വേൾഡ് പ്രൈസ്, അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ചെറുകഥ അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2001 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമല സുരയ്യ എന്ന പേർ സ്വീകരിച്ചു. 2009 മെയ് 31 പൂനെയിലെ ജഹംഗീർ ആശുപത്രിയിൽ വെച്ച് അവർ അന്തരിച്ചു.